ഏതൊരു മനുഷ്യൻ അനുഭവിക്കുന്ന സങ്കടത്തിൻ്റെ പിന്നിലൊരു മനുഷ്യനുണ്ടാവും. ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ സ്നേഹരാഹിത്യം ഉണ്ടാവും. അങ്ങനെ നമ്മുടെ പൂന്തോപ്പുകൾ നശിപ്പിക്കുന്ന മനുഷ്യന്മാരുണ്ടാവും. അവരുടെ അന്ധതയ്ക്ക് മാപ്പ് കൊടുക്കണം. മനുഷ്യരുടെ അന്ധതയ്ക്ക് മാപ്പ് കൊടുക്കുക എന്നതല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ വേറെ വഴികളൊന്നുമില്ല. അതുകൊണ്ട് ജീവിതത്തിൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ വിഷമങ്ങളുടെ കാരണക്കാരായി മാറിയതാരാണോ അവരുടെ കാഴ്ചയില്ലായ്മക്ക് നമ്മൾ മാപ്പ് കൊടുക്കുക. അവർ പറഞ്ഞ വാക്ക് വല്ലാതെ നീറ്റുന്നുണ്ടാവും. ചിലപ്പോൾ അവരുടെ ഒരു പ്രയോഗം, അവർ തന്ന ഒരു അപമാനം, അവർ പ്രയോഗിച്ച ഒരു കാര്യം, അവർ പറഞ്ഞൊരു വാക്ക്, ഇതൊക്കെ വല്ലാണ്ട് വിഷമിപ്പിക്കുന്നുണ്ടാവും. 82 വയസ്സുള്ളൊരു അമ്മ വരിക. അവർ പഴയ വോളിബോൾ താരമായിരുന്നു അത്രേ. ഒരു സംസ്ഥാനത്തിൻ്റെ, നമ്മുടെ സ്റ്റേറ്റിൻ്റെ താരമായിരുന്നു. അങ്ങനെ ഒരാളുടെ അടുത്ത് അവർ വരികയാണ്. അവർ 10, 20, 21 വയസ്സ് പ്രായമുള്ള സമയത്ത്, കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഡൽഹിയിലോ മറ്റോ ഒരു മത്സരത്തിന് പോയതായിരുന്നു. അങ്ങനെ അവിടെ വെച്ചിട്ട് ഒരു അപകടം പറ്റി. ഉള്ളിലെന്തോ കാര്യമായ ഒരു ക്ഷതം സംഭവിച്ച് ഡോക്ടർമാരൊക്കെ പരിശോധിച്ച് അവസാനം അവർ പറഞ്ഞത് ഗർഭപാത്രം എടുത്ത് നീക്കണം എന്നായിരുന്നു. 21 വയസ്സുള്ളൊരു കുട്ടിയെ, പെൺകുട്ടിയെ അത് എത്ര വിഷമിപ്പിച്ചിട്ടുണ്ടാവും എന്നറിയാമല്ലോ. കല്യാണം, അമ്മ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പദവികളെക്കുറിച്ച് ആലോചിക്കുന്ന സമയമാണ്. അങ്ങനെ ഗർഭപാത്രം എടുത്ത് നീക്കി വീട്ടിൽ വിശ്രമിക്കുകയാണ്. ആ സമയത്താണ് അവരുടെ അച്ഛൻ്റെ പെങ്ങൾ വീട്ടിലേക്ക് വരുന്നത്. അച്ഛൻ്റെ പെങ്ങൾ വീട്ടിലേക്ക് വന്നിട്ട് ഈ കുട്ടിയോട് പറയുകയാണ്, അതേതായാലും നന്നായി, ഇനി നീ കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കില്ലല്ലോ. 10-60 കൊല്ലങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംസാരമാണ്. പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് ആ അമ്മ പൊട്ടിക്കരയാണ്. അതെന്തുകൊണ്ടാണ്? ആ പറഞ്ഞ ആൾക്കൊരു പക്ഷേ അതിൻ്റെ ആഘാതത്തെക്കുറിച്ച് അത്ര ആലോചിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഇങ്ങനെ നമ്മൾ പറഞ്ഞിട്ടുള്ള വാക്കുകളുണ്ടാവില്ലേ, മനുഷ്യരുടെ ഉള്ളിൽ വല്ലാത്തൊരു നീറ്റലായി കൊണ്ടു നടക്കുന്ന വാക്കുകളുണ്ടാവില്ലേ, ആ മനുഷ്യരുടെ മുന്നിൽ ചെന്ന് നിന്ന് കരഞ്ഞ് മാപ്പ് ചോദിക്കാതെ മുകളിലേക്ക് എത്രമേൽ കൈകൾ ഉയർത്തിയിട്ട് പ്രാർത്ഥിച്ചാലും അത് കേൾക്കുമെന്ന് വിചാരിക്കണ്ടോ? നമ്മൾ കരയിപ്പിച്ച മനുഷ്യരെ അവരുടെ മുന്നിൽ ചെന്ന് നിന്ന് കരഞ്ഞ് മാപ്പ് ചോദിക്കാതെ മുകളിലേക്ക് എത്രമേൽ പൊട്ടിക്കരഞ്ഞിട്ടും കാര്യം ഉണ്ടാവണമെന്നില്ല. മനുഷ്യൻ്റെ കണ്ണീരൊരു ചെറിയ കാര്യമല്ല. അപ്പം നമ്മളെ ഉപദ്രവിച്ചവർക്ക് മാപ്പ് കൊടുക്കുക എന്നുള്ളതും, നമ്മൾ ആരെയാണോ ഉപദ്രവിച്ചത് അവരോട് മാപ്പ് ചോദിക്കുക എന്നുള്ളതും ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പറഞ്ഞു വന്ന ഒന്നാമത്തെ കാര്യം അതായിരുന്നു. ജീവിതത്തെ നമ്മൾ സ്വീകരിക്കുക. ജീവിതത്തെ സ്വീകരിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ജീവിതാനുഭവങ്ങളുണ്ട്. അതാരാണോ തന്നത് അവർക്ക് മാപ്പ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ജീവിതത്തെ സ്വീകരിക്കുക. അവർ ചെയ്തതൊക്കെ മറക്കുക, അവരെ മാത്രം ഓർക്കുക. അത്രയേ ഉള്ളൂ. കൂടെ നമ്മൾ ചെയ്യേണ്ട ഒരു കുഞ്ഞു കാര്യം അത്രയേ ഉള്ളൂ. നമ്മൾ അനുഭവിച്ച ഒന്ന് വേറൊരാൾക്ക് നമ്മൾ കൊടുക്കാതിരിക്കുക. അത്രയേ ഉള്ളൂ. നമ്മൾ ജീവിതത്തിൽ ഒറ്റപ്പെട്ടിട്ടുണ്ടോ? എന്നാൽ ഒരു മനുഷ്യന് നമ്മൾ കാരണം ഒറ്റപ്പെടാതിരിക്കണം. നമ്മൾ ചേർത്ത് പിടിക്കേണ്ട ഒരു മനുഷ്യന് ചേർത്ത് പിടിക്കാൻ ആളില്ലാതെ കരയരുത്. ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിനുമല്ലാതെ കുറ്റപ്പെടുത്തൽ അനുഭവിച്ചിട്ടുണ്ടോ? എന്നാൽ നമ്മുടെ വാക്കിൻ്റെ നോവ് കൊണ്ടൊരു മനുഷ്യൻ കുറ്റപ്പെടരുത്. കുറ്റപ്പെടുത്തലിൻ്റെ പേരിൽ ഒരു മനുഷ്യൻ കരയരുത്. വീട്ടിലേക്ക് മരുമകളായി കയറി ചെല്ലുമ്പോൾ അവിടെയുള്ള അമ്മായിമ്മയുടെയും നാത്തൂനിൻ്റെയും വലിയ തരത്തിലുള്ള വിഷമിപ്പിക്കൽ അനുഭവിച്ചൊരു സ്ത്രീയാണോ നിങ്ങൾ എങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പെൺകുട്ടികളുണ്ടാവും. ഞാനിവിടെ കേൾക്കുന്ന ഉമ്മമാരോടാണ് പറയുന്നത്, അല്ലെങ്കിൽ സഹോദരിമാരടക്കമുള്ളവരോടാണ് പറയുന്നത്, അല്ലേ? നമ്മൾ പ്രയാസം അനുഭവിക്കേണ്ടി വന്ന ഒരു മരുമകളാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വരുന്നൊരു മരുമകളുണ്ടാവും. അവൾക്ക് കൂടുതൽ സുരക്ഷിതത്വം കൊടുക്കണം, കൂടുതൽ സ്നേഹം കൊടുക്കണം. നമ്മൾ അനുഭവിച്ചത് വേറൊരാളും അനുഭവിക്കരുത് എന്ന ഒരു നിർബന്ധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക എന്നുള്ളത് തന്നെ എത്ര മനോഹരമായൊരു കാര്യമാണെന്ന് ആലോചിച്ച് നോക്കും. നമ്മൾ സന്തോഷമുള്ളവരാകണം. സങ്കടപ്പെടാനുള്ള കാരണങ്ങളൊക്കെ ഉണ്ടാവും, എന്നാലും നമ്മുടെ മുഖത്ത് പ്രസന്നത ഉണ്ടാവണം. അള്ളാഹു പുഞ്ചിരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പുഞ്ചിരിക്കണം.
നമ്മുടെ മുഖത്തുണ്ടാകേണ്ട ഒരു പ്രസന്നതയ്ക്ക്, പുഞ്ചിരിക്ക് എല്ലാ വഴികളും കാണിച്ചു തരുന്ന വേദഗ്രന്ഥത്തിൻ്റെ പേരാണ് ഖുർആൻ. മനുഷ്യൻ എന്തുകൊണ്ട് കരയാൻ പാടില്ല എന്നുള്ളതിന് 300-ലേറെ കാരണങ്ങൾ പറയുന്നുണ്ട് ഖുർആൻ. അത്രയും കാരണങ്ങളുണ്ട്. അതുകൊണ്ട് കരയണ്ടെന്ന്. കരയാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടാവും, കരയിപ്പിക്കുന്ന അനുഭവങ്ങളുണ്ടാവും. കരഞ്ഞോളൂ, പക്ഷെ പെട്ടെന്ന് തുടക്കണമെന്ന്. അതാ പറയുന്നത്. 1984 ഇന്ദിരാഗാന്ധിയുടെ വധത്തിന് ശേഷം നോർത്ത് ഇന്ത്യയിൽ ഒരുപാട് സിഖുകാർ കൊല്ലപ്പെട്ടു. എത്ര ആളുകളാണ് കൊല്ലപ്പെട്ടെന്നുള്ള പോലും കണക്കില്ല. അത്രയും ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഒരു വീട്ടിൽ 13 ആളുകളുണ്ടായിരുന്നു. അതിൽ 12 ആളെയും കൊന്നു. തീ വെച്ച് കൊല്ലായിരുന്നു. അതിലൊരാൾ ബാക്കിയായി. ആ ഒരാൾ ഇന്ന് ഡൽഹിയിലൊരു ടാക്സി ഡ്രൈവറാണ്. 53 വയസ്സായി. അദ്ദേഹം പറഞ്ഞൊരു അനുഭവമുണ്ട്. അദ്ദേഹം പറയാണ്, ഞാൻ വണ്ടി ഓടിച്ചിങ്ങനെ പോകുന്ന സമയത്ത് എൻ്റെ ഓർമ്മയിലേക്ക് എൻ്റെ പ്രിയപ്പെട്ടവർ വരും. മുത്തശ്ശനും മുത്തശ്ശിയും വീട്ടിലെ ചെറിയ കുട്ടിയും അടക്കം കൊല്ലപ്പെട്ടതാണ്. എൻ്റെ അനിയത്തി എനിക്ക് ജീവനായിരുന്നു. അവളുടെ അന്നത്തെ പ്രായത്തിലുള്ള കുട്ടികളെ കണ്ടാൽ ഞാൻ വല്ലാണ്ട് കരഞ്ഞു പോവും. അപ്പോൾ എന്താ ചെയ്യുക? ഞാൻ വണ്ടി സൈഡാക്കും, എന്നിട്ട് ഞാൻ കരയും. എന്നിട്ട് ഞാൻ കണ്ണീര് തുടക്കും. എന്നിട്ട് ഞാൻ എൻ്റെ യാത്ര തുടരും. ഇത്രയും നമുക്ക് ചെയ്യാനുള്ളൂ. കരയിപ്പിക്കുന്ന അനുഭവങ്ങളൊക്കെ ജീവിതത്തിലുണ്ടാവും. കരയുക. റൂമി പറഞ്ഞ പോലെ കരയൂ, കണ്ണുനീർ നിന്നെ കഴുകും. കരയുക, എന്നിട്ടോ കണ്ണീര് തുടക്കുക, എന്നിട്ട് നമ്മുടെ യാത്ര തുടരുക. ജീവിതത്തിൽ അള്ളാഹു എന്താണോ നമുക്ക് തരുന്നത് അതിനെ ആഹ്ലാദത്തോടു കൂടി സ്വീകരിക്കേണ്ട ഒരു ചെറിയ ആയുസ്സിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്കറിയില്ല അതിലെ നന്മ എന്താണ്, പക്ഷേ നന്മയാണത്. അങ്ങനെ വിശ്വസിക്കാൻ പറ്റും വിധം നമ്മുടെ ഈമാൻ വളരണം. അതാണ് മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്. പഠിച്ചവനെ, എനിക്ക് വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എല്ലാം നഷ്ടപ്പെട്ടൊരു മനുഷ്യനാണ് കേട്ടോ. ബൈബിൾ പറയുന്ന അദ്ദേഹത്തിന് 7000 ആടുമാടുകൾ ഉണ്ടായിരുന്നു എന്നാണ്. 700 കോവർ കഴുതകളുണ്ടായിരുന്നു. ഹെക്ടർ കണക്കിന് കൃഷിയിടങ്ങളുണ്ടായിരുന്നു. 7 ആൺമക്കളും 3 പെൺമക്കളുണ്ടായിരുന്നു. അന്നത്തെ കാലത്തൊരു മനുഷ്യനുണ്ടാവേണ്ട സൗഭാഗ്യങ്ങളുടെ എല്ലാ അളവും അനുഭവിച്ചൊരു മനുഷ്യൻ കുറച്ച് ദിവസങ്ങൾ കൊണ്ടൊക്കെ നഷ്ടപ്പെടുക. അസുഖങ്ങളും വന്ന് എല്ലാവരും ഉപേക്ഷിച്ചു പോയി. അങ്ങനെ ഒറ്റക്കായി പോയൊരു മനുഷ്യന്, ജീവിതത്തിൻ്റെ പെരുങ്കടലിൽ ഒറ്റക്കായി പോയൊരു മനുഷ്യന് അള്ളാഹിനോട് എന്താണ് പറയണത് എന്നുള്ളതാണ്. എന്താ പറയുന്നത്? അള്ളാഹുവേ, എനിക്ക് വിഷമങ്ങളുണ്ട്. ബഅന്നി മസ്സനിയല്ലുറു. പനിയാണോ? ഭീതിപ്പെടുത്തുന്ന അസുഖങ്ങളാണോ? ഒക്കെ സംഭവിക്കും. കാരണം ഇതൊന്നും നമ്മുടെ കയ്യിലില്ലാത്ത കാര്യങ്ങളാണ്. നമ്മൾ പറയും എൻ്റെ കാല് എൻ്റെ കൈ എന്നൊക്കെ പറയും. എൻ്റെ കൈയാണെങ്കിൽ അതിന് അസുഖം വരില്ലല്ലോ. എൻ്റെ കണ്ണാണെങ്കിൽ അതിന് കാഴ്ച കുറയില്ലല്ലോ. എൻ്റെ കാലാണെങ്കിൽ അതെങ്ങനെയാണ് മുടന്തുക? നമ്മുടേതൊന്നുമല്ല. നമ്മൾ മറ്റൊരാളുടെ കയ്യിലെ പെൻസിലാണ്, അയാളാണ് എഴുതുന്നത്. നമ്മളതിനിങ്ങനെ വഴങ്ങുക മാത്രമാണ്.